പ്രിയപ്പെട്ട പൂരം നക്ഷത്രക്കാരി, 2025 വർഷം നിങ്ങൾക്ക് എപ്രകാരമായിരിക്കും എന്നതിനെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പ്രതിപാദിക്കുന്നത്. 2025 വർഷം പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് പറയാനുള്ളത്. ആരോഗ്യകാര്യത്തിൽ കുറച്ചുകൂടി ശ്രദ്ധ പുലർത്തേണ്ട കാലഘട്ടമായി തന്നെ ഇതിനെ കണക്കാക്കാവുന്നതാണ്. ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ ഡോക്ടറുടെ സഹായം തേടേണ്ടത് അത്യാവശ്യമാണ്. രോഗത്തിന്റെ ആദ്യഘട്ടത്തിലെ തന്നെ ചികിത്സ തേടുന്നത് കൊണ്ട് രോഗം സങ്കീർണമാകാതിരിക്കാൻ സഹായകമാവുന്നതാണ്. കുടുംബത്തിൽ ചില മംഗളകർമ്മങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ സാധ്യതയുണ്ട്. വളരെ കാലമായി ആഗ്രഹിച്ചിരുന്ന പല സ്ഥലങ്ങളിലേക്കും യാത്രകൾ പോകുവാനും പല പുണ്യസ്ഥലങ്ങളും സന്ദർശിക്കുവാനുമുള്ള അവസരം കൈവരുന്നതാണ്. കലാസാഹിത്യ രംഗത്തും മറ്റും പ്രവർത്തിക്കുന്നവർക്ക് ചില പ്രമുഖ വ്യക്തികളെ പരിചയപ്പെടുന്നതിനും അവരുമായി അടുത്തിടപഴകുന്നതിനുമുള്ള അവസരം കൈവരുന്നതാണ്. വളരെയധികം പ്രശസ്തിയും പ്രോത്സാഹനവും പാരിതോഷികങ്ങളും നേടുന്നതിന് ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. തിരിച്ചു കിട്ടുകയില്ല എന്ന് കരുതി ഉപേക്ഷിച്ചിരുന്ന ചില കാര്യങ്ങൾ തിരികെ ലഭിക്കുന്നതിന് ഈ കാലഘട്ടം അനുകൂലമാകുന്നതാണ്. നിങ്ങളുടെ ഉദാസീനമായ പ്രവൃത്തി കൊണ്ട് തൊഴിൽ മേഖലയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായി വരുന്നതാണ്. കുടുംബത്തിനകത്തും പുറത്തും വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടാൻ സാധ്യത കാണുന്നു. വാക്കുകളുടെ പ്രയോഗത്തിൽ പ്രത്യേക ജാഗ്രത പുലർത്തേണ്ടത് അത്യാവശ്യമാണ്. ഏറ്റെടുത്ത കാര്യങ്ങൾ സമയബന്ധിതമായി ചെയ്തു തീർക്കായക മൂലം ചില പഴികൾ കേൾക്കാൻ ഇടയാകുന്നതാണ്. വിദേശത്ത് തൊഴിലിനായോ വിദ്യാഭ്യാസത്തിനായോ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വർഷത്തിന്റെ മധ്യഭാഗത്തോടുകൂടി അതിനുള്ള അവസരം കൈവരുന്നതാണ്. വിദേശത്ത് തൊഴിലിൽ ഏർപ്പെട്ടിട്ടുള്ളവർക്ക് ചില പ്രതിസന്ധികൾ വന്നുകൂടുന്നതാണ്. വിവാഹത്തിനായി തയ്യാറെടുക്കുന്നവർക്ക് ഈ വർഷം അനുകൂലമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ സാധിക്കുന്നതാണ്. സന്താന ഗുണം മുതലായവ ഈ കാലയളവിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. പുതിയ വാഹനം സ്വന്തമാക്കുന്നതിനും പുതിയ ഗൃഹനിർമ്മാണത്തിന് തുടക്കമിടാനും ഈ അവസരം അനുകൂലമാണ്. അപ്രതീക്ഷിതമായി ചില അനാവശ്യ ചെലവുകൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ചിട്ടി, ലോൺ മുതലായവയുടെ തിരിച്ചടവ് വൈകാൻ സാധ്യതയുണ്ട്. ധനത്തിന്റെ വരവ് ചിലവ് കാര്യങ്ങളിൽ പ്രത്യേക ജാഗ്രത പുലർത്തേണ്ടതാണ്. പുതിയ തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് അല്പം തടസ്സങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. പ്രണയബന്ധങ്ങളിൽ ചില പ്രശ്നങ്ങൾ ഉടലെടുത്തെന്ന് വന്നേക്കാം. തുടക്കത്തിലെ തന്നെ പരിഹരിക്കാത്തത് മൂലം രണ്ട് തട്ടിലേക്ക് മാറിപ്പോകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ബന്ധുജനങ്ങളുമായി ചില വാക്കുതർക്കങ്ങൾക്ക് സാധ്യത കാണുന്നു. വർഷാന്ത്യത്തിൽ പൂർവിക സ്വത്ത് കൈവരുന്നതിനും പല മികച്ച നേട്ടങ്ങളും കൈവരിക്കാനും സാധിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പഠന മികവ് കൈവരിക്കുന്നതിനും ഉപരിപഠനത്തിനുമുള്ള അവസരം കൈവരുന്നതാണ്. അപ്പോൾ പൂരം നക്ഷത്രക്കാരെ, നിങ്ങളുടെ 2025 വർഷത്തെ ഒരു പൊതുഫലമാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ നല്ലതും ചീത്തയുമായിട്ടുള്ള ഫലങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാകുന്നു. ഇതിൽ നല്ല ഫലങ്ങൾ ഈശ്വരാനുഗ്രഹത്താൽ നിങ്ങൾക്ക് കൈവന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു. ദോഷപരിഹാരാർത്ഥമായി ചില പരിഹാര മാർഗങ്ങൾ ചെയ്യാവുന്നതാണ്. ഗണപതിക്ക് കറുകമാല സമർപ്പണം, ഗണപതി ഹോമം എന്നിവ കഴിപ്പിക്കുന്നതും, ദേവീക്ഷേത്രത്തിൽ കുങ്കുമാർച്ചന, മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പാൽപായസ സമർപ്പണം, ശ്രീകൃഷ്ണന് തുളസിമാല, വെണ്ണ നൈവേദ്യം എന്നിവ നൽകുന്നതും ഗുണകരമാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. മറ്റൊരു വീഡിയോയിലൂടെ മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. കൃഷ്ണ, ഗുരുവായൂരപ്പ, ഏവർക്കും നന്മകൾ വരട്ടെ.